വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 39 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാർ അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത തന്നെ ഇത് പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. ലൂക്കായുടെ സുവിശേഷത്തിന് 5 പ്രത്യേകതകളാണ് ഉള്ളത്. 1, ഇത് സ്ത്രീകളുടെ സുവിശേഷമാണ്. കർത്താവായ യേശുവിന്റെ സ്ത്രീ സുഹൃത്തുക്കളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നു. 2, ഇത് പാപികളുടെ സുവിശേഷമാണ്. ധൂർത്തപുത്രൻ തുടങ്ങിയ പാപികളുടെ അകന്നുപോയവരുടെ ചിത്രം പഠിപ്പിക്കുന്നു. 3, ഇത് പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുന്നത് സക്കറിയായുടെ ദേവാലയത്തിലെ പ്രാർത്ഥനയോടുകൂടിയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അവസാനിക്കുന്നത് എമ്മാവൂസ് ശിഷ്യന്മാര് തിരിച്ച് ജെറുസലേമിൽ ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവരവിടെ കൂടുമ്പോഴാണ് ലൂക്കായുടെ സുവിശേഷം അത് പൂർത്തിയാവുക. 4, ഇത് ജോഡികളുടെ സുവിശേഷമാണ്. ജോഡി, ഒരു ജോഡി ആൾക്കാരെ കാണിക്കും. മർത്താ മറിയം, ധനവാൻ ലാസർ, മൂത്തപുത്രൻ ധൂർത്തപുത്രൻ, പരിസേയൻ ചുങ്കക്കാരൻ, ഇടതുവശത്തെ കള്ളൻ വലതുവശത്തെ കള്ളൻ. 2 പേരെ കാണിച്ചിട്ട് ഒരാളുടെ കുറവും മറ്റേയാളുടെ നന്മയും പഠിപ്പിക്കുന്നതാണ്. 5, ഇന്നിന്റെ സുവിശേഷമാണ്. നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇന്നിന്റെ സുവിശേഷം, ഇന്ന് രക്ഷ, ഇപ്പോൾ രക്ഷ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പ്രാർത്ഥനയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താ? അവൻ പതിവ് പോലെ പത്രം വായിക്കാൻ പോയെന്നല്ല, അവൻ പതിവ് പോലെ TV കാണാൻ പോയെന്നല്ല, അവൻ പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ പോയെന്നല്ല. പിന്നെയോ യേശുവിൻ്റെ ഒരു പതിവ് മാത്രമേ പറയുന്നുള്ളൂ. അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. അവന് പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു പതിവാകണം. പ്രാർത്ഥന ഒരു പതിവ്. സന്ധ്യാപ്രാർത്ഥന ഒരു പതിവ്, കൊന്ത ചെല്ലുന്ന ഒരു പതിവ്, വ്യക്തിപരമായ പ്രാർത്ഥന ഒരു പതിവ്. ഈ പതിവ് യേശു പഠിപ്പിക്കുന്ന ഒരു പതിവാണ്. ആഫ്രിക്കയിലെ ഒരു ഗോത്രക്കാരുണ്ട്. അവർക്ക് വീട്ടിൽ ഒരു പൊതു മതവിശ്വാസം ഉണ്ടെങ്കിലും 10 അംഗങ്ങളുള്ള വീടാണെങ്കിൽ 10 പേർക്കും ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണമുണ്ട്. വീട്ടിൽ നിന്നും ഇഷ്ടംപോലെ പറമ്പുണ്ട്. ആ പറമ്പിലേക്ക് ഓരോരുത്തർക്കും ഓരോ വഴിയെ പോയി പറമ്പിന്റെ ഓരോ ഭാഗത്ത് നിൽക്കാം. ആ ഭാഗത്ത് നിന്നോട് പ്രാർത്ഥിച്ചോണം എന്നുള്ളതാണ്. ഇപ്പം വീട്ടിലെ മക്കൾ ആരുടെയെങ്കിലും പ്രാർത്ഥന കുറഞ്ഞു എന്ന് കണ്ടാൽ അപ്പനോ അമ്മയോ പറയും, മോനെ, നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളുത്തല്ലോ. മോനെ, നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളുത്തല്ലോ എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് നീ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലല്ലോ. ഈ ഓർമ്മിപ്പിക്കലാണ് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുത്തിരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരപ്പൻ അമ്മ, ഒരു ഭർത്താവ് ഭാര്യ, ഒരു മകൻ മകൾ എന്ന രീതിയിലൊക്കെ നമ്മൾ ജീവിച്ചു പോകുമ്പം പ്രാർത്ഥനാ ശൈലി ജീവിതത്തിന്റെ ഒരു പതിവാക്കി നമ്മൾ മാറ്റുക. ആ പതിവ് നമുക്ക് ഒരുപാട് ബലം തരും, ഒത്തിരി ധൈര്യം തരും. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ശക്തിയാണ് മനധൈര്യം എന്നൊക്കെ പറയുക. പ്രാർത്ഥനയിൽ ആ ധൈര്യം നമുക്ക് കിട്ടുക. ആ ധൈര്യം ദൈവം നമുക്ക് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു, കർത്താവായ യേശു ഗെത്സമേൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ഗെത്സമേൻ എന്ന് പറയുമ്പോൾ പാലസ്തീനായിലെ ഒരു ഭൂപ്രദേശം മാത്രമായിട്ട് കാണരുത്. പിന്നെയോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഗെത്സമേൻ അനുഭവം. പ്രായപൂർത്തിയായ പെൺപിള്ളാരുണ്ടായിട്ടും കെട്ടിച്ചുവിടാൻ പറ്റാത്ത മാതാപിതാക്കൾ നെഞ്ചിൽ അനുഭവിക്കുന്ന നീറ്റൽ ഒരു ഗെത്സമേനിലെ രക്തം വിയർക്കലാണ്. മാരകമായ രോഗം വന്നിട്ടും ഇവരെ ഭേദപ്പെടാതെ വരുമ്പോൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ ഒരു ഗെത്സമേൻ അനുഭവമാണ്. കടബാധ്യത വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, നൊമ്പരങ്ങൾ വരുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്, ഒരു ഗെത്സമേൻ അനുഭവം.
ഈ ഗത്സമേനിൽ യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക്, ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് യേശു ഒരു കല്ലേറ് ദൂരം പോയി എന്നാ പറയുക. എന്തുകൊണ്ടാണ് യേശു ഒരു കല്ലേറ് ദൂരം പോവുക? കർത്താവായ യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ യേശു കരുതി ദൈവരാജ്യ രഹസ്യങ്ങൾ ഒരുപാട് പേരോട് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് ദൈവരാജ്യം ലോകം സംശം പടർത്താൻ പറ്റും. അതുകൊണ്ട് യേശു ആദ്യമേ 72 പേരെ തിരഞ്ഞെടുത്തു തൻ്റെ അപ്പസ്തോലന്മാരായിട്ട് ദൈവരാജ്യ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ ക്രിസ്തു ഓർത്തു, 72 പേരിലൂടെ അനേകരിലേക്ക് എത്തുമല്ലോ ദൈവരാജ്യ സന്ദേശം. പക്ഷെ കുറെ നാൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ മനസ്സിലായി, പലരും കൂടി തല്ലിയാൽ പാമ്പ് ചാകുക വലിയ പ്രയാസമാണ്. ഇത്രയും പേരെ ഏൽപ്പിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് 60 പേരെ മാറ്റിയിട്ട് 12 പേരെ തന്റെ പ്രത്യേക സ്ലീഹന്മാരായി തെരഞ്ഞെടുത്തു. 12 പേരുടെ കൂടെയും കുറെ നാൾ ജീവിച്ച യേശുവിന് മനസ്സിലായി, ഈ 12 പേരോടും മൊത്തം കാര്യം പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അതിൽ നിന്ന് 3 പേരെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കോർ ഗ്രൂപ്പ് പോലെ യേശു 3 പേരെ എടുത്തു. ആരെയൊക്കെയാ നമ്മൾ കാണുന്നു? യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഈ 3 പേരോട് പിന്നെ പ്രധാനപ്പെട്ട കാര്യമൊക്കെ പറയും. മറുരൂപത്തിന്റെ മലയിൽ കയറിയപ്പോൾ 3 പേരുണ്ട്, ഗത്സമേനിൽ 3 പേരുണ്ട്, പ്രധാനപ്പെട്ട സമയത്തൊക്കെ ഈ 3 പേരുണ്ട്. യേശുവിന് മനസ്സിലായി, ഈ 3 പേരോടും എല്ലാം പറയാൻ പറ്റുകയില്ല. കാരണം എല്ലാം ഓരോ ടൈപ്പാ. 12 എണ്ണം ഉണ്ടോ, 24 സ്വഭാവം. തീവ്രവാദിയുണ്ട്, എടുത്തിയാട്ടക്കാരനുണ്ട്, പൈസയുടെ കിലുക്കത്തിന് കാതുകൊടുത്ത യൂദാസ് ഉണ്ട്, ഒരു ഞെടിപ്പിൽ 2 ചക്ക പോലെ നിന്റെ ഇടത്തും വലത്തും തൂങ്ങിക്കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ സെബദീപുത്രന്മാരുണ്ട്. പല പല ടൈപ്പുകളാണ്. യേശുവിന് മനസ്സിലായി, ഇവരുടെ കൂടെ നിന്നുകൊണ്ട് പിതാവിന്റെ സ്വരം കേൾക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് അവരെ ഒരു കല്ലേറ് ദൂരം മാറ്റിയിട്ട് അവൻ മുട്ടുകുത്തി. അപ്പം നിങ്ങളൊക്കെ ചോദിച്ചേക്കാം, അച്ഛാ ഒരു കല്ലേറെന്ന് പറയുമ്പം എന്തേരം ദൂരമാ? ഉത്തരം ഒന്നേ ഉള്ളൂ, എറിയുന്നവന്റെ ഊര് പോലെയാണ് കല്ലേറിന്റെ ദൂരം. 20 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ ആകാം. 5 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 50 മീറ്റർ ആകാം. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരിൽ നിന്നും അകന്നു നിന്നാൽ മാത്രമേ ദൈവത്തെ അനുഭവിക്കാൻ പറ്റൂ. ചിലരോട് ഒരിക്കലും അടുക്കാൻ പോയേക്കരുത്. വെറുപ്പ് കൊണ്ടും വിളക്കം കൊണ്ടൊന്നുമല്ല. ദൈവകാര്യം പറയുമ്പോൾ ഒരു പുച്ഛം, ഒരു കളിയാക്ക്, ഒരു പരിഹാസം, അങ്ങനെയുള്ള കെട്ടിയവനോട് ഭാര്യ ദൈവകാര്യം പറയുന്നതിൽ അല്പം അകൽച്ച പാലിക്കണം. ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. ദൈവകാര്യം പറയുന്നതിൽ അകൽച്ച പാലിച്ചോണം. ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ പരിഹസിക്കുന്ന ഭാര്യയാണോ, അവളോടും തമ്പുരാന്റെ കാര്യം പറയുന്നതിനും ഭർത്താവ് അകൽച്ച പാലിക്കണം. പള്ളിയും കൂദാശകളും പ്രാർത്ഥനയിൽ അകറ്റുന്ന അപ്പനമ്മമാരാണോ, അവരിൽ നിന്നും മക്കൾ അകന്നു നിൽക്കണം. ദൈവകാര്യത്തിൽ നിന്ന് അകറ്റുന്നവർ പിശാചുകളാണ്. അവർ തടസ്സമാണ്, പ്രതിബന്ധമാണ്. അവരിൽ നിന്നും നമ്മൾ അകൽച്ച പാലിക്കണം. അവരെ സ്നേഹിക്കരുതെന്നല്ല, സ്നേഹിക്കണം. പക്ഷെ സംസാരത്തിലും ബന്ധങ്ങളിലും അകൽച്ച പാലിക്കണം. അല്ലെങ്കിൽ നമ്മളും നശിച്ചു പോകും. ഒരു കല്ലേറ് ദൂരം മാറി ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ ഒരു കല്ലേറ് ദൂരം മാറണം. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനത്തിൽ പറയുന്നു, സങ്കീർത്തനം 46:10, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമായിട്ട് മാറുന്നവർക്കേ ദൈവാനുഭവമുള്ളൂ. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ബൈബിളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. അവൻ വള്ളത്തിന്റെ അമരത്തിരുന്ന് ജനത്തെ പഠിപ്പിച്ചു, പക്ഷെ അവന്റെ വള്ളം തീരത്തു നിന്നും അല്പം ദൂരത്തായിരുന്നു. അവൻ വള്ളത്തിന്റെ അമരത്തിരുന്ന് ജനത്തെ പഠിപ്പിച്ചു, പക്ഷെ അവന്റെ വള്ളം തീരത്തു നിന്നും അല്പം ദൂരത്തായിരുന്നു. എല്ലാവരുടെയും കൂടെയുണ്ട്, പക്ഷേ മാന്യമായ അകൽച്ചയും അവൻ പാലിക്കുന്നുണ്ടെന്നാണ് പറയുക. അപ്പം നമുക്ക് എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടാം, പക്ഷേ ദൈവാനുഭവം ഉണ്ടാകണോ, അല്പം ദൂരം കൂടെ നമ്മൾ മാറി നിൽക്കാൻ പഠിക്കണം. ലോകമെന്ന വെള്ളത്തിലാണ് നമ്മൾ, പക്ഷെ ജീവിതം എന്ന വള്ളത്തിൽ ലോകത്തിന്റെ വെള്ളം ഒരിക്കലും പ്രവേശിക്കരുത്. ആ ഒരു തലത്തിലാണ് പ്രാർത്ഥനാനുഭവത്തിൽ നമുക്ക് വളരാനായിട്ട് പറ്റുക. ഇവിടെ നമ്മൾ കാണുന്നു പ്രാർത്ഥനയുടെ ചില രംഗങ്ങളെക്കുറിച്ച്. ഗത്സമേൻ തരുന്ന ചില ചിന്തകൾ. ഒന്നാമത്തെ ചിന്ത എന്താ? നാളെ എനിക്ക് നിനക്ക് ഒരു കുരിശ് ചുമക്കാനുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി കയറാനുണ്ടെങ്കിൽ പ്രാർത്ഥന ഗൗരവമുള്ള സമയമാണ്, കളിതമാശല്ല. അതുകൊണ്ട് യേശു രക്തം വിയർത്തു. നാളെ ഒരു കുരിശുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഏറ്റവും ഗൗരവമുള്ള ജീവിതത്തിന്റെ അനുഭവമാണ്. രക്തം വിയർപ്പിക്കുന്ന അനുഭവം. വയറ്റിൽ ഒരു കൊളുത്തിപ്പിടുത്തം, വല്ലാത്തൊരു മുക്കല്, മൂളല്, നൊമ്പരം, അള്ളിപ്പിടുത്തം. ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുക, നാളത്തെ പരിശോധന കഴിഞ്ഞിട്ട് പറയാം ക്യാൻസർ ആണോ അല്ലയോ. എങ്കിൽ ഇന്നത്തെ കുർബാനയ്ക്ക് എന്താവേശമായിരിക്കും, ഇന്നത്തെ കൊന്തയ്ക്ക് എന്തൊരു തീഷ്ണതയായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊരു പരീക്ഷ, എന്തൊരു ടെൻഷനാ അമ്മയ്ക്ക്, അപ്പന്. നാളെ എൻ്റെ കുട്ടിക്ക് ഒരു ഇന്റർവ്യൂ, എത്ര തീഷ്ണമായിരിക്കും. നാളെ കുരിശുണ്ടോ,
നാളെ കാൽവരിയുണ്ടോ? പ്രാർത്ഥന കളിതമാശല്ല, ഗൗരവം, ഏറ്റവും വലിയ ഗൗരവം. നമ്മളിൽ പല ആൾക്കാർക്കും ഇന്ന് കടുകുമണിയോളം വിശ്വാസമില്ല. കാരണം മാറാൻ നമുക്ക് മലയില്ല. മാറാൻ മലയുണ്ടോ? അറിയാതെ കടുകുമണിയുടെ ഡെപ്തുള്ള ആഴമുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ വളരും. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, നാളെ ഒരു കുരിശുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി ഉണ്ടെങ്കിൽ പ്രാർത്ഥന വളരെ ഗൗരവമായിരിക്കും, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണും. മറ്റൊരു ചിന്ത കൂടെ വായിക്കേണ്ടത്, നാളെ കാൽവരി കയറാനില്ലാത്തവന്, നാളെ കുരിശ് ചുമക്കാനില്ലാത്തവന് പ്രാർത്ഥന ഉറക്കത്തിന്റെ സമയം, അത് മയക്കത്തിന്റെ സമയം. യേശു രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, തടിലോറി പശ്ഗേറിൽ കയറ്റം കയറുന്ന പോലെ ഒരു വലിയ അരപ്പ്. തിരിഞ്ഞു നോക്കുമ്പം ആദ്യത്തെ മാർപ്പാപ്പ കൂർക്കം വലിക്കുന്ന ശബ്ദമാണ്. കാരണം പത്രോസിന് നാളെ കാൽവരി കയറേണ്ട, പത്രോസിന് നാളെ കുരിശ് ചുമക്കേണ്ട. അതുകൊണ്ട് പത്രോസിന് പ്രാർത്ഥന ഉറക്കത്തിന്റെ സമയം, അത് മയക്കത്തിന്റെ സമയം. അച്ഛന്മാർക്ക് പോലും അറിയാം പ്രാർത്ഥന ഉറക്കത്തിന്റെയും മയക്കത്തിന്റെയും സമയമാണ്. ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ കൊടുക്കുന്ന ഉപദേശം, കൊന്ത ചെല്ലിക്കൊണ്ട് കിടന്നാൽ മതി. കാരണം അച്ഛന് പോലും അനുഭവത്തിൽ നിന്ന് ഉറപ്പ്, കൊന്ത ചെല്ലാൻ തുടങ്ങുമ്പം ഉറക്കം അറിയാതെ കടന്നു വരും. പ്രാർത്ഥന ഉറക്കത്തിന്റെ സമയം, മയക്കത്തിന്റെ സമയം. വേറെ ചില ആൾക്കാർക്ക് ഉറക്കമെന്ന് പറയുന്നത് പള്ളിയിലെ ഞായറാഴ്ച കുർബാനയുടെ പ്രസംഗം കേൾക്കുമ്പോഴാണ്. ഇപ്പോൾ ഒരു ചേട്ടത്തി രാത്രി 10:30 വികാരി അച്ഛനെ ഫോണിൽ വിളിച്ചു. അച്ഛൻ ചോദിച്ചു, എന്നാ അമ്മച്ചിന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛ ഇഞ്ചക്ഷൻ 1 എടുത്തു, ഉറക്ക ഗുളിക 2 എടുത്തു, പക്ഷേ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ചോദിച്ചു, ഞാൻ എന്നാ ടെലിഫോണിൽ കൂടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണോ? ഉടനെ ചേർത്തി പറഞ്ഞു, വേണ്ട അച്ഛാ, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ആ പള്ളി പ്രസംഗം ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവും. അപ്പോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കണം. ചിലർക്ക് ധ്യാനം കൂടുമ്പോഴാണ് ഉറക്കം. ഒരച്ഛൻ ഇങ്ങനെ ധ്യാനപ്രസംഗം നടത്തിയപ്പോൾ ഒരു ചേട്ടൻ ധ്യാന ഹോളിൽ നിന്ന് വോക്കൗട്ട് നടത്തി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഹേളിച്ചിറങ്ങിപ്പോകുന്നവൻ ആരായാലും ഒരു കാലത്തും ഗതി പിടിക്കുകയിൽ ഓർത്തോണം. ഉടനെ ആ മനുഷ്യന്റെ ഭാര്യ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ വെറുതെ എൻ്റെ കെട്ടിയവനെ പ്രാകരുത്. മനസ്സാ വാചാ കർമ്മണ പള്ളിയും പട്ടക്കാരെയും പരിഹസിക്കുന്ന രീതി എൻ്റെ ഭർത്താവിനില്ല. പിന്നെ എന്തുകൊണ്ടാണ് നടന്നുപോയത്? എൻ്റെ അച്ഛ ഒരസുഖമുണ്ട്, എന്നാ അസുഖം? ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോയതാ. അപ്പൊ ചിലർക്ക് ധ്യാനം കേൾക്കുമ്പോൾ ഉറക്കം, ചിലർക്ക് പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം. ഒരു പള്ളിയിൽ 75 വയസ്സുള്ള അച്ചായൻ ഞായറാഴ്ച കുർബാനയ്ക്ക് വരും. 7:30 കുർബാന, 7:15 വരും. മോൻ്റെ മോനുണ്ട് 8 വയസ്സുകാരൻ, അവനെയും കൂട്ടിയാ വരവ്. പക്ഷേ ഈ കാർന്നോർ അച്ഛന് വലിയ ശല്യമായി മാറി. ഏറ്റവും മുമ്പിലത്തെ ചാരുവഞ്ചേ വന്ന് പ്രസംഗം തുടങ്ങുമ്പം മലന്ന് കിടന്ന് ഈത്താ വാറ്റിക്കൊണ്ട് ഭയങ്കര ഉറക്കം. അച്ഛൻ അരിശമായി. അച്ഛൻ എന്ത് ചെയ്തു? 8 വയസ്സുള്ള കൊച്ചുമോനെ 7:15 കാണും. എന്നിട്ട് 5 രൂപ പോക്കറ്റ് മണി കൊടുക്കും. ഒന്നെങ്കിൽ കടല മേടിച്ചു, അല്ലെ കപ്പലണ്ടി മിഠായി മേടിച്ചു. ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ, വല്യപ്പൻ ഉറങ്ങുമെന്ന് എളിക്കിട്ട് കുത്തി വല്യപ്പനെ എഴുന്നേപ്പിച്ചോണം, അല്ലെ എനിക്ക് പ്രസംഗിക്കാൻ പാടാ. അവൻ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചു. 6 മാസക്കാലം അച്ഛൻ ഇങ്ങനെ കുർബാനയ്ക്ക് മുമ്പ് 5 രൂപ വീതം കൊടുക്കും. അവൻ വല്യപ്പൻ ഉറങ്ങുമ്പം കുത്തി എഴുന്നേപ്പിക്കും. 6 മാസം കഴിഞ്ഞു. ഒരു ഞായറാഴ്ച രാവിലെ 7:15 അച്ഛൻ 5 രൂപ കൊടുത്തു. അച്ഛൻ പ്രസംഗം തുടങ്ങി. കാർന്നോര് സുഖമായിട്ട് മലന്ന് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഇവൻ ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കുർബാന കഴിഞ്ഞ പാടെ അച്ഛൻ അവനെ പിടിച്ചു. ഒരു ചെറിയ നെല്ലിക്കമ്പ് പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ തൊട ഞാൻ അടിച്ചു പൊട്ടിക്കും. എടാ, മേടിക്കുന്ന കാശിന് ആനുപാതികമായി പണിയെടുത്തില്ലെങ്കിൽ അത് ഉത്തരിപ്പുകടവാന്ന് നീ വേദവാർത്ത പഠിച്ചിട്ടില്ലേ? 5 രൂപ തന്നിട്ട് നീ എന്തുകൊണ്ടാണ് നിന്റെ വല്യപ്പനെ എഴുന്നേപ്പിക്കാതിരുന്നത്? അവൻ, എൻ്റെ അച്ഛ വല്യപ്പൻ പറഞ്ഞായിരുന്നു വിളിക്കാതിരിക്കുകയാണ് 10 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ചിലർക്ക് പ്രാർത്ഥന ഉറക്കത്തിന്റെ സമയം, ഇത് മയക്കത്തിന്റെ സമയം. നാളെ കുരിശില്ലെങ്കിൽ, നാളെ കാൽവരിയില്ലെങ്കിൽ പ്രാർത്ഥന ഉറക്കത്തിന്റെ സമയമാണ്, അത് മയക്കത്തിന്റെ സമയമാണ്. കർത്താവായ യേശുവിന് കാൽവരിയിലെ കുരിശ് 2 തടി കഷ്ണങ്ങൾ വെച്ചതല്ല, പിന്നെയോ പിതാവായ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളായിരുന്നു. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ കുരിശോ നൊമ്പരമോ രോഗമോ തകർച്ചയോ വന്നാൽ അവർ അതിൽ വെറും കുരിശ് കണ്ടെത്തും. പക്ഷെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തകർച്ചകളും നൊമ്പരങ്ങളും വന്നാൽ അവൻ ആ രോഗത്തിനും അവനുമിടയിൽ ക്രൂശിതനെ കണ്ടെത്തും. നമ്മൾ പലപ്പോഴും എന്തിലും ഏതിലും കുരിശ് കണ്ടെത്തുന്നവരാ. എനിക്കും കുരിശിനുമിടയിൽ ഒരു ക്രൂശിതനായ മിശിഹായുണ്ട്. ആ ഉറപ്പ് നമ്മളെ ബലപ്പെടുത്തണം. പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് ക്യാൻസർ രോഗം വന്നാൽ എല്ലാവരെയും വഴിക്കും, ദൈവത്തെ വെറുക്കും, ചുറ്റുമുള്ളവരെ ശപിക്കും. ഒരു കടബാധ്യത വന്നാൽ നീറും, അസ്വസ്ഥത വന്നാൽ പൊളയും. കാരണം അവർ തകർച്ചയിൽ കുരിശ് മാത്രമേ കാണൂ. പക്ഷെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാരകമായ രോഗം വന്നാൽ ആ വ്യക്തിക്കും രോഗമെന്ന കുരിശിനുമിടയിൽ ഒരു ക്രൂശിതനെ കണ്ടെത്തും.
അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ പ്രാർത്ഥിക്കാത്തവരാണോ എന്ന് തിരിച്ചറിയുവാൻ ഈ ജീവിതാനുഭവങ്ങളെ നമ്മൾ വെറുതെ ഒന്ന് വിലയിരുത്തുക. ഈ ജീവിതാനുഭവങ്ങളെ വെറുതെ നമ്മളൊന്ന് കാണുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ യേശു വിളിക്കുന്നു, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയുടെ മനുഷ്യരാവുക, പ്രാർത്ഥിച്ച് ശക്തി സംഭരിക്കുക. നമുക്ക് ഉണ്ടേലല്ലേ കൊടുക്കാൻ പറ്റൂ. മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാലല്ലേ മക്കൾക്ക് പ്രാർത്ഥന കൊടുക്കാൻ പറ്റൂ. പ്രാർത്ഥിക്കുന്ന വ്യക്തി 10 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന മണക്കും. വെറുതെ നോക്കിക്കൊള്ളുക. വിശ്വസ്തയോടെ 10 ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ സംസാരത്തിൽ അറിയാതൊരു മാറ്റം വരും. പച്ചമത്തി 10 ദിവസം അടുപ്പിച്ച് കൂടിയാൽ 11ാം ദിവസം വേർക്കുമ്പോൾ ഉളുമ്പ് മണക്കും. ഇത് മത്തിയുടെ പ്രത്യേകത. പിന്നെ വെറ്റയില, കൊടിയില, സോപ്പ്, നാരകത്തിന്റെ ഇല അതെല്ലാം തിരുമിയാലേ ഉളുമ്പ് മണം പോകൂ. ഒരു വ്യക്തി 10 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ മണം, ആത്മസംയമനം, ദയ, നന്മ, കരുണ, വാത്സല്യം, ആർദ്രത, അലിവ് ഇതെല്ലാം വരിക. ഒരു പ്രാർത്ഥനാ ഗന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നോക്കിയാണ് പഠിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ടാൽ മക്കൾക്കും തോന്നും ഇതുപോലെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും തോന്നും പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ല. 5 പഠിക്കുന്ന കുട്ടിയെ അധ്യാപകൻ പഠിപ്പിച്ചു, യൂണിവേഴ്സിറ്റി എന്നൊന്ന് പറയുക. അവൻ പറയാൻ തുടങ്ങി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി. എത്ര പഠിപ്പിച്ചിട്ടും അവൻ പറയും യൂണിവേഴ്സിറ്റി. സാറിന് സങ്കടമായി. സാറ് ഇവനെയും കൂടി വീട്ടിൽ ചെന്ന് ഇവൻ്റെ അപ്പനോട് പറഞ്ഞു, ദേ സ്കൂളിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്ത് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്നൊന്ന് പറയിപ്പിക്കണം. അതുകൊണ്ട് അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പല്ല് തേപ്പിച്ച് നാക്ക് പല പ്രാവശ്യം പഠിപ്പിച്ച് കാതിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. മോൻ അത്രയും മെച്ചപ്പെടട്ടെ. ഉടനെ അപ്പം പറയുക, എൻ്റെ പൊന്ന് സാറേ, അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് അവൻ പറയുക. ഈ അപ്പന് മോനെ തിരുത്താൻ പറ്റുമോ? ഉണ്ടല്ലേ കൊടുക്കാൻ പറ്റൂ, ഇല്ലാത്ത കൊടുക്കാൻ പറ്റുമോ? അനുഭവിച്ച കർത്താവിനല്ലേ കൊടുക്കാൻ പറ്റൂ. അതിലെ സങ്കീർത്തകൻ പറയുക, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ. ഇതാണ് പറയുക. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കർത്താവിനെ നമ്മുടെ മക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, നമ്മളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക. ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛ പ്രാർത്ഥിക്കാൻ സന്തോഷമാ, പക്ഷേ പ്രാർത്ഥിക്കുമ്പം പല വിചാരം കയറി വരുന്നു, അതാണ് പ്രശ്നം. പ്രാർത്ഥന ഇഷ്ടമാ, പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല വിചാരം കയറി വരുന്നു. പല വിചാരമെന്ന് പറയുന്ന ഒന്നില്ല, അത് ഓർത്തോണം. പ്രാർത്ഥനയുടെ സമയത്ത് മനസ്സിൽ ദൈവം തരുന്ന വികാരങ്ങൾ പ്രാർത്ഥനാ വിഷയമാണ്. പല വിചാരമായിട്ട് തള്ളിയാൽ പ്രാർത്ഥന മുടങ്ങും. പക്ഷെ ഇത് പ്രാർത്ഥനാ വിഷയമായിട്ട് കാണണം. ഉദാഹരണത്തിന്, ഭാര്യയോട് പിണക്കമുള്ള ഭർത്താവ് പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. ഇപ്പം ഭാര്യയുടെ മുഖം തേടി വരുന്നു, പല വിചാരം ദൂരെ പോകട്ടെ, ശതമാനം പറയുമേ അമ്പരാൻ്റെ അമ്മേ, അങ്ങനെ പോകുകയല്ല. ഭാര്യയോട് രമ്യതപ്പെടണം, എന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഭർത്താവിനോട് അരിശമുള്ള ഭാര്യ പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി, സ്വർഗസ്വനായ പിതാവേ, കെട്ടിയവൻ്റെ മുഖം ചാടി വരുന്നു. എന്തൊരു പല വിചാരം! അത് പല വിചാരമല്ല. അവന് വേണ്ടി പ്രാർത്ഥിക്കണം, രമ്യതപ്പെടണം, അതിന് വഴിയൊരുക്കി തരിക. പ്രാർത്ഥനാ സമയത്ത് ഏത് വിചാരം വന്നാലും അത് പല വിചാരമല്ല, അത് പ്രാർത്ഥനാ വിഷയമായി നമ്മൾ കാണുക എന്നുള്ളതാണ്. ഒരു പിതാവ് എടവപ്പള്ളി സന്ദർശിച്ചപ്പം പ്രസംഗത്തിൽ പറഞ്ഞു, മനുഷ്യൻ ബലഹീനനാണ്, പരവിചാരം കൂടാതെ അവർക്ക് ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഉടനെ 75 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി പറഞ്ഞു, എൻ്റെ പിതാവേ, ഒരു പരവിചാരവും കൂടാതെ 5 മിനിറ്റൊക്കെ പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് പറ്റും. പിതാവ് പറഞ്ഞു, പറ്റുകയില്ല. മനുഷ്യൻ ദുർബലമായ ശരീരത്തിൽ ജീവിക്കുന്ന കാലത്തോടും പ്രാർത്ഥനയ്ക്കിടയിൽ വിചാരവികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാവും. ഒരു സ്വർഗസ്വനായ പിതാവ് പോലും അമ്മച്ചിക്ക് പല വിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അപ്പം അമ്മ ചോദിച്ചു, ഒരു സ്വർഗസ്വനായ പിതാവ് ഒരു പല വിചാരവും കൂടാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ പിതാവ് എനിക്ക് എന്നാ തരും? പിതാവ് പറഞ്ഞു, അമ്മച്ചി അങ്ങനെ പ്രാർത്ഥിക്കാൻ അമ്മച്ചിക്ക് ഞാൻ 50 രൂപയും ഒരു കൊന്തയും തരും, സമ്മാനമായിട്ട്. തരുമല്ലോ? തരും. അമ്മച്ചി നേരെ നിന്നു, കൈ കൂപ്പി, അടുക്ക് കുലുക്കി, കുണുക്കം നാട്ടി, കവണി പിടിച്ചിട്ടു, കൈ കൂപ്പി പിടിച്ചു. എന്നിട്ട് സാവധാനം ചെല്ലി തുടങ്ങി, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതം വാങ്ങണം, നിന്റെ രാജ്യം വരണം. അല്ല പിതാവേ, ഈ 50 രൂപയും കൊന്ത ഇപ്പം തരുമോ? അത് ഞാൻ പിന്നെ അരമനെ വരുമ്പോഴേ തരത്തുള്ളൂ. ഇതാണ് മനുഷ്യന്റെ പ്രവണത എന്ന് പറയുക. അപ്പം പല വിചാരങ്ങളാൽ ബന്ധിതനാണ് മനുഷ്യൻ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതിനെയൊക്കെ നമ്മൾ പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റുക. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ചിലപ്പോൾ അതുപോലെ ഒക്കണമെന്നില്ലല്ലോ. നമുക്ക് ഉപരിനന്മ വരുന്നതാണെങ്കിൽ മാത്രമേ ദൈവം സാധിച്ചു തരൂ. പ്രാർത്ഥനയിൽ ദൈവം ചില സമയം നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചു തരികയില്ല. കാരണം ദൈവത്തിന്റെ മറുപടികളിൽ ഒന്നാണ്
ദൈവത്തിൻ്റെ നിശബ്ദത. ദൈവത്തിൻ്റെ നിശബ്ദത ചിലപ്പോൾ അനേക കാലം കാത്തിരിക്കുമ്പോഴായിരിക്കും ചിലതിന് ഉത്തരം കിട്ടുക. ഉപരിനന്മ വരുന്നതല്ലേ ദൈവം ഒരിക്കലും നമുക്ക് സാധിച്ചു തരികയില്ല. ഉപരിനന്മ വരുന്നതല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞു നോക്കുമ്പം തീക്കട്ട കിടക്കുന്നു, കൊച്ചോർത്തു തക്കാളിപ്പഴമാണ്. അവൻ ഇതെ പിടിക്കാൻ വേണ്ടി സാവധാനം എഴഞ്ഞു ചെല്ലുമ്പോൾ വിവരമുള്ള അമ്മ അപ്പൻ കൈക്കിട്ട് തട്ടും. അവർക്കറിയാം തീക്കട്ടയാണ്, തൊട്ടാൽ പൊള്ളും. പക്ഷെ കുഞ്ഞോർക്കും ഇതെന്തോ ഒരു പഴമാണ്. നമ്മൾ ചോദിക്കുന്ന പലതും ഇങ്ങനെ നല്ലതാണെന്ന് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം നോക്കുമ്പം നമുക്കത് നന്മയല്ലെങ്കിൽ ദൈവം അത് ഒരിക്കലും നമുക്ക് സാധിച്ചു തരികയില്ല. ഉപരി നന്മ വരുത്തുന്നത് മാത്രമേ ദൈവം നമുക്ക് സാധിച്ചു തരൂ. ഉപരി നന്മ വരുത്താത്തത് സാധിച്ചു തരികയില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കൊച്ചുനാളിൽ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ ദൈവം ഒരിക്കലും കേട്ടിട്ടില്ല. ഒരു കാര്യം ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കർത്താവേ, ഇന്ന് കണക്ക് പഠിപ്പിക്കുന്ന ഏലിക്കുട്ടി ടീച്ചർ വരുന്ന വഴിക്ക് കാല് തെറ്റി താഴെ വീണ് വലത് കൈ ഉളുക്കി പോകണമെന്ന് പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ടീച്ചറിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. 1-ാം തരം ചൂരൽ കൊണ്ട് പൊതിരെ തല്ലിയതല്ലാതെ ഒരു മാറ്റം പോലും വന്നിട്ടില്ല. ചില പ്രാർത്ഥനകൾ ഈ കുട്ടിക്കാലത്തിൻ്റെ പ്രാർത്ഥനകളാണ്. അത് ഗൗരവമുള്ളതായിട്ട് കാണാൻ പറ്റുകയില്ല. ആത്യന്തികമായി നന്മ വരുന്നതും നമ്മളെ സ്വാധീനിക്കുന്നതുമായ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്ക് സാധിച്ചു തന്നിരിക്കും. അത് പ്രാർത്ഥനയുടെ വലിയൊരു പ്രത്യേകതയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബോബനും മോളിയും പ്രാർത്ഥിച്ചതുപോലെ. ബോബനും മോളിയും കൂടെ പരീക്ഷ എഴുതാൻ പോയി. സാമൂഹ്യ പാഠത്തിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞ് പുറത്തു വന്ന ബോബനും മോളിയും മുട്ടുകുത്തിയും കൈ കൂപ്പിപ്പിടിച്ചും കൈ വിരിച്ചു പിടിച്ചും പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, ഗംഗാനദിയും യമുനാനദിയും പാകിസ്ഥാനിൽ കൂടെ ഒഴുക്കണേ. അതായിരുന്നു പ്രാർത്ഥന. കർത്താവായ യേശുവേ, ഗംഗാനദിയും യമുനാനദിയും പാകിസ്ഥാനിൽ കൂടെ ഒഴുക്കണേ. കാരണം സാമൂഹ്യ പാഠത്തിന്റെ പേപ്പറിൽ ഒരു ചോദ്യം, ഗംഗായും യമുനായും ഒഴുകുന്ന രാജ്യമേത്? ബ്രാക്കറ്റിൽ 4 സ്ഥലങ്ങളുടെ പേര് കൊടുത്തു: ഇന്ത്യ, ബംഗ്ലാദേശ്, ബർമ്മ, പാകിസ്ഥാൻ. പരീക്ഷാ ഹാളിലിരിക്കുന്ന കുട്ടികൾ ഉത്തരവറിയത്തില്ലാത്ത ചോദ്യം പേന കറക്കി മുകളിലേക്ക് നോക്കിയിട്ട് കീഴോട്ടൊരു കുത്തുകുത്തും. ബോബനും മോളിയും കറക്കി കുത്തുകൊണ്ടത് പാകിസ്ഥാനിട്ട് എടുത്തെഴുതി പാകിസ്ഥാൻ. പുറത്തിറങ്ങിയപ്പം വിവരമുള്ള കുട്ടികൾ പറഞ്ഞ് മണ്ടച്ചാരയെ മണ്ടി, ഗംഗായും യമുനായും ഒഴുകുന്ന പാകിസ്ഥാനിൽ കൂടെയാണോ, ഭാരതത്തിൽ കൂടെയല്ലേ? ഇനി ബോബനും മോളിക്ക് ഒരു മാർക്ക് കിട്ടണോ? ദൈവമായ കർത്താവ് ഒരു വലിയ കഴിയം കൊണ്ടുവന്ന് ഗംഗായും യമുനായും കുത്തിപ്പറിച്ച് പാകിസ്ഥാനോട് ഒഴുകിയാൽ ഒരു മാർക്ക് കിട്ടും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ച് ഉറച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ നീ ഇഞ്ഞ് തന്നേക്കണം. ഞാൻ തീരുമാനിച്ചു വെച്ചു, നീ ഇഞ്ഞ് തന്നേക്കണം. നമ്മൾ പറയും, സ്വർഗസ്വനായ പിതാവേ, നിന്റെ നാമം പൂജിതമാകണം, നിന്റെ രാജ്യം വരണം, തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അത് നാക്കുകൊണ്ടാ. ജീവിതത്തിൽ വരുമ്പോഴോ, സ്വർഗസ്വനായ പിതാവേ, നിന്റെ നാമം പൂജിതമാകണം, നിന്റെ രാജ്യമൊക്കെ കൊള്ളാം, തൽക്കാലം അത് സ്വർഗത്തിലിരുന്നോട്ട് ഭൂമിയിലെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. ഇതാണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുക. പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് പ്രാർത്ഥനയെന്ന് നമ്മൾ ഓർത്തോണം. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് പ്രാർത്ഥന. മനുഷ്യൻ ഏറ്റവും നെഞ്ച് നീറുമ്പോൾ ആരെയാ വിളിക്കുക? ദൈവത്തെ. ഒരു ചെറുപ്പക്കാരന്റെ ഹരവ 2 സിനിമാ താരങ്ങൾ, മമ്മൂട്ടി, മോഹൻലാൽ. അവൻ ലുത്തിനിയ പോലെ ചൊല്ലും, മോഹൻലാൽ മമ്മൂട്ടി, മമ്മൂട്ടി മോഹൻലാൽ. മമ്മൂട്ടിയെ വലിയ ആരാധനാപാത്രമായി കണ്ട ചെറുപ്പക്കാരൻ വൈകിട്ട് നടന്നു പോയപ്പോൾ കാലിന്റെ പെരുവിരൽ ഒരു കല്ലേൽ മുട്ടി, വിരലങ്ങ് പൊട്ടി. വേദനയുടെ നിമിഷത്തിൽ അവൻ പെട്ടെന്ന് വിരലെ പൊത്തിക്കൊണ്ട് എൻ്റെ മമ്മൂട്ടി എന്ന് പറയുമോ, അതോ എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ എന്ന് വിളിക്കുമോ? വേദനിക്കുന്ന സമയത്ത് നമ്മൾ മാതാവിനെ വിളിക്കും, ദൈവമേ എന്ന് വിളിക്കും. ഒരു പെൺകുട്ടിക്ക് ടെണ്ടുൽക്കറേയും ദ്രാവിഡിനോടും ആരാധന. എപ്പോഴും അവൾ പറയും ടെണ്ടുൽക്കർ ദ്രാവിഡ്, ദ്രാവിഡ് ടെണ്ടുൽക്കർ. അവൾ വയറ്റുവേദനയായിട്ട് കിടക്കുക പാലാ ആശുപത്രിയിൽ. വയറ്റുവേദന കൊണ്ട് വയറ്റിലിങ്ങനെ പൊള്ളഞ്ഞ് നോവുമ്പോൾ അവൾ വയറെ പൊത്തിപ്പിടിച്ച് എൻ്റെ ടെണ്ടുൽക്കർ എന്ന് വിളിക്കുമോ, അതോ എൻ്റെ മാതാവേ, എൻ്റെ ദൈവമെന്ന് വിളിക്കുമോ? വേദനിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കും. ഒരു ചെടി ഏത് മലമുകളിൽ വെച്ചാലും അതിൻ്റെ വേര് എവിടെ വെള്ളമുണ്ടോ അങ്ങോട്ട് പോകും. ഒരു വൃക്ഷത്തിൻ്റെ തൈ ഏത് ഉൾപ്രദേശത്ത് നട്ടാലും അതിൻ്റെ ഇല എവിടെ സൂര്യപ്രകാശമുണ്ടോ അങ്ങോട്ട് പോകും. അതുപോലെ നമുക്ക് ദൈവമെന്ന് പറയുന്ന ജീവജലത്തിലേക്ക്, ദൈവമെന്ന് പറയുന്ന നീതിസൂര്യനിലേക്ക് അടുക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല. മനുഷ്യനായിട്ടിരിക്കുന്ന കാലത്തോടും ദൈവത്തോട് ബന്ധപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പണ്ട് വിശുദ്ധ അഗസ്തീനോസ് എന്ന വലിയ വിശുദ്ധൻ പറഞ്ഞു, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാ പ്രാർത്ഥന. ഓരോന്നിനും ഓരോ സ്വഭാവമില്ലേ? തുമ്പി മുട്ടയിടുന്നത് വെള്ളത്തിലാണ്.
പക്ഷെ മുട്ട വിരിഞ്ഞ് കുഞ്ഞായാൽ തുമ്പിക്കുഞ്ഞ് പറക്കുന്നത് കരയിലേക്കാണ്. മുതല മുട്ടയിടുന്നത് കരയില്ല, പക്ഷെ മുതലക്കുഞ്ഞ് വിരിയുമ്പോഴേ ചാടുന്നത് വെള്ളത്തിലേക്കാണ്. ഒരു സ്വഭാവമാണ്. മുതലേ ആരും നീന്തൽ പഠിപ്പിച്ചിട്ടല്ല, അതിൻ്റെ സ്വഭാവത്താലേ അത് വെള്ളത്തിലേക്ക് ചാടും. തുമ്പി അതിൻ്റെ സ്വഭാവത്താലേ കരയിലേക്ക് പറക്കും. മനുഷ്യൻ്റെ അവൻ്റെ സ്വഭാവത്താലേ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു സ്വഭാവത്തിൽ നമ്മൾ വളരുക, ഈ ഒരു സ്വഭാവത്തിൽ നമ്മൾ അർത്ഥം കണ്ടെത്തുക, ഇതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ദീർഘകാലം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് ജീവിതത്തിൽ സംഭവിക്കുക. ചില കാര്യം പെട്ടെന്നല്ലല്ലോ. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഫ്രാൻസിലെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ ജർമ്മൻകാരിയായൊരു കന്യാസ്ത്രീ രോഗികളെ ശുശ്രൂഷിക്കുകയാണ്. രോഗികളെ ശുശ്രൂഷിച്ച് നടക്കുമ്പം ഒരു പട്ടാളക്കാരൻ മുറിവേറ്റ് കിടന്ന് ദൈവത്തെ ചീത്ത വിളിക്കുന്നു, ദൈവമില്ലാന്ന് ഉറക്കെ പറയുന്നു. ഈ സിസ്റ്റർ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ദൈവത്തെ അനുഭവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലല്ലോ, പിന്നെ എന്നാത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, നിനക്ക് മാറ്റം വരും. കഴിഞ്ഞ 18 വർഷമായി ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങും. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അത് സിസ്റ്ററിന് വല്ല പ്രേമനൈരാശ്യം വന്നിട്ട് പോന്നപ്പം ഉപേക്ഷിച്ച് പോയ കാമുകന് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, പരിഹാസത്തോടെ പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, മോനെ, കാമുകനൊന്നുമല്ല, എൻ്റെ അമ്മ ജർമ്മനിയിലെ ഒരു പ്രഭുവിൻ്റെ വീട്ടിലെ അടുക്കളപ്പണിക്കാരിയായിരുന്നു. ആ പ്രഭുവിൻ്റെ ഒരു മോൻ നിരീശ്വരവാദിയായിട്ട് നടന്നപ്പോൾ ആ കുടുംബത്തിലെ അമ്മ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ മോൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അമ്മ മരിക്കാൻ നേരം തന്നെ ആ ദൗത്യം തുടർന്നേൽപ്പിച്ചു. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ഇന്നും കണ്ടിട്ടില്ലാത്ത അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവൻ ഒരു പട്ടാളത്തിലാണ്, എവിടാണെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ഈ മനുഷ്യൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് ചോദിച്ചു, സിസ്റ്ററിൻ്റെ അമ്മയുടെ പേര് കാതറിൻ എന്നാണോ? അവൾ ചോദിച്ചു, അങ്ങാണോ ചാൾസ് പ്രഭു? ആർക്കു വേണ്ടി 18 വർഷക്കാലം ഇവൾ പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രാർത്ഥന സ്വീകരിച്ചവനിതാ ഒരു രോഗിയായിട്ട് മുമ്പിൽ കിടക്കുന്നു. ചിലപ്പോൾ നമ്മൾ നീണ്ട കാലങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുക. ലോകത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ പ്രാർത്ഥനയില്ല. മഹാത്മാഗാന്ധി 1930 അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിന് ആദ്യം തുടക്കം കുറിക്കുന്നതിൻ്റെ തലേ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. അപ്പോൾ വലിയ വലിയ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന കാണാം. ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം മേടിച്ച അമേരിക്കയിലെ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു അമേരിക്കൻ ഭരണഘടന എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ തമ്മിലടി കാരണം ധാരണയായില്ല. ഏറ്റവും പ്രായമുള്ളവനായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അവരോട് പറഞ്ഞു, ഒരാഴ്ച പോയി നമുക്കെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാം. അങ്ങനെ ഒരാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വന്നു. വളരെ പെട്ടെന്ന് അമേരിക്കൻ ഭരണഘടന രൂപപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ലോകത്തിൽ ഇന്ന് പല പല ശക്തികളാണ്. ഒരു കാലത്ത് പട്ടാള ശക്തി, പിന്നൊരു കാലത്ത് ഭൗതിക ശക്തി, ഇന്നൊരിക്കൽ സാമ്പത്തിക ശക്തി. ഇതെല്ലാം മാറിയിട്ട് ഒരു ശക്തി വരും അടുത്ത കാലങ്ങളിൽ. അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥനയുടെ ശക്തിയുടെ ലോകത്തെ മനുഷ്യൻ നേടുന്ന കാലം വരും. ഒരു തീവണ്ടി ഇങ്ങനെ പോകുമ്പോൾ 1000 പേര് വടം കെട്ടി വലിച്ചാലും തീവണ്ടി നിൽക്കുകയല്ല. തീവണ്ടി നിൽക്കണോ, ഒരു ചെറിയ ചങ്ങലെ പിടിച്ച് വലിച്ചാൽ തീവണ്ടി നിൽക്കും. ഇന്ന് ലോക രാജ്യങ്ങളൊക്കെ വൻ സൈനിക ശക്തികളെല്ലാം ലോകത്തെ തകർക്കുമെന്നും പറഞ്ഞ് തീവണ്ടി പോലെ കുതിച്ചു പായുമ്പോൾ ഇതിനെ എങ്ങനെ നിർത്തുമെന്നോർത്ത് നമ്മൾ ഭയപ്പെടേണ്ട. നിർത്താൻ ഒരു ചെറിയ ചങ്ങല തന്നിട്ടുണ്ട്, ഒരു കൊച്ചു കൊന്ത, ഒരു ചെറിയ പ്രാർത്ഥന. കരങ്ങളൊന്ന് കൂപ്പുക, കണ്ണുകളൊന്ന് ഉയർത്തുക. ലോകത്തിലെ ഏത് തീവണ്ടിയും പിടിച്ചു നിർത്താൻ പറ്റിയ ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ മറക്കാതിരിക്കുക. ഒരു വലിയ ദൈവികമായ ശക്തി നമുക്കുണ്ട്. അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥനയുടെ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി ഉണ്ടാവുക. പ്രാർത്ഥന തരുന്ന പോലെ ശക്തി മറ്റൊന്നിനും തരാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശുവിന് ധൈര്യം. താബോർ മലയിൽ വെച്ച് അവിടുന്ന് പറയുന്നു, വരൂ നമുക്ക് താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഒരു ശക്തി ക്രിസ്തു അനുഭവിക്കുകയാണ്. ഗെത്സമേനിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വരൂ ഒറ്റിക്കൊടുക്കുന്നതിന് അടുത്തെത്തിയിരിക്കുന്നു, നമുക്ക് പോകാം. പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശക്തി. പ്രാർത്ഥിക്കുന്ന അപ്പന് അമ്മയ്ക്ക് ജീവിതത്തിൽ എന്തിനേയും ഏതിനേയും നേരിടാനുള്ള വലിയ ശക്തി ദൈവം കൊടുക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന വലിയ വലിയ ശക്തികൾ. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുക,
പ്രാർത്ഥനയോട് വിശ്വസ്തത കാണിക്കുക, അവിടെ നിന്ന് നമ്മൾ ശക്തി സംഭരിക്കുക. കർത്താവായ യേശു വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. 5 മോഡലുകളാണ് കർത്താവ് നമുക്കായിട്ട് തരിക. 1, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായി സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. യേശു ഒരു സമൂഹത്തോട് ചേർന്ന് തിങ്ങി ഞെരുങ്ങി നടന്നു പോകുമ്പോൾ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടു. അവൻ വിളിമ്പിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രക്തസ്രാവം വിട്ടുമാറി. യേശു ഞെട്ടിത്തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി പുറപ്പെടുന്നു. അപ്പോൾ പത്രോസും കൂട്ടിലൊക്കെ തീർച്ചയായിട്ടും ചോദിച്ചു കാണും, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും ഞെക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ, തൊട്ടവരെ എങ്ങനെ അറിയാൻ പറ്റും? അതല്ല, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തോടെ തൊട്ടപ്പോൾ ശക്തി. നമ്മളോട് പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വേണം. നമ്മൾ പ്രാർത്ഥിക്കും പലപ്പോഴും അതര വ്യായാമോ ഒത്താലൊത്തു ഇല്ലേലില്ല. 35 വയസ്സുള്ള അപ്പനും 33കാരി അമ്മയും കൂടെ പള്ളിയിലോട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. മാർച്ച് മാസത്തിലെ ഉച്ച കഴിഞ്ഞ കൊടും വെയിലത്ത്. അപ്പോൾ 7 വയസ്സുള്ള മോൻ ചോദിച്ചു, നിങ്ങൾ അവിടെ പോവുക? അവർ പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോവുക. എന്നാത്തിനാ? മഴ പെയ്യാനുള്ള പ്രാർത്ഥന വികാരിച്ചം പള്ളിയിൽ വെച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാനായിട്ട് പോവുക. അപ്പോൾ പിന്നെ ന്യായമായ സംശയം, നിങ്ങൾ എന്തേ കൊടയില്ലാതെ പോകുന്നു? എന്തേ കൊടയില്ലാതെ പോകുന്നു? മോനറിയാം പ്രാർത്ഥിച്ചാൽ മഴ കിട്ടും. പക്ഷെ അപ്പനും അമ്മയും അച്ഛനെ സൂപിക്കാൻ പോവുക, മഴ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിട്ടല്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ. ജോഷുവ യാക്കോബിന്റെ 12 ഗോത്രങ്ങൾക്കായി കാനാൻ ദേശം വീതം വെച്ചു. കാനാൻ ദേശത്തിന്റെ 1/3 ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. 2/3 കാനാൻകാരുടെ കയ്യിലാണ്. അവരുടെ കയ്യിലുള്ള 2/3 കൂടെയാണ് ജോഷുവ വീതം വെച്ച് കൊടുക്കുക. അപ്പോൾ യാക്കോബിന് മക്കൾ ചോദിച്ചു, ഇതെങ്ങനെയാ ശരിയാകുന്നത്? നമ്മുടേതല്ലാത്ത സ്ഥലം എങ്ങനെയാ വീതം വെച്ച് തരിക? അപ്പോൾ ജോഷുവ പറഞ്ഞ വാക്കുണ്ട്, ദൈവം തരാമെന്ന് പറഞ്ഞ തരും. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ഞാൻ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാനത് പ്രാപിച്ചു കഴിഞ്ഞു. നീ പ്രാർത്ഥിക്കുക, നീ അത് പ്രാപിക്കുക. ചോദിക്കുന്ന നിമിഷം തന്നെ ദൈവം തന്നു തുടങ്ങി. അനുഭവിക്കാനായിട്ട് അല്പസമയം കാലം താമസം വരുന്ന മാത്രമേ ഉള്ളൂ. ഓർത്ത് നോക്കിക്കേ, ഒരപ്പൻ മക്കൾക്ക് വീതം വെച്ചപ്പം ഏറ്റവും ഇളയവന് വീതം കുറഞ്ഞു പോയി. അവൻ ബഹളം വെക്കുമ്പോൾ അപ്പം പറയുക, മോനെ ഒരു പ്രശ്നവുമില്ല, കോട്ടയം കൊമളി KK റോഡ് നിനക്കുള്ളതാ, എടുത്തോന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മക്കൾ സമ്മതിക്കുമോ? ഇതുപോലെയാണ് ജോഷുവ പറഞ്ഞത്, ദൈവം തരാമെന്ന് പറഞ്ഞു തരും, ഉറപ്പ്, എടുത്തോളുക. ഈ വിശ്വാസത്തോടുകൂടി ജോഷുവ ഈ ദേശം വീതം വെച്ച് കൊടുക്കുന്നു. നമ്മളോടൊക്കെ പറയുകയാണ്, ചോദിക്കുമ്പം തന്നെ തുടങ്ങുമ്പോഴേ ദൈവം കേട്ട് കഴിഞ്ഞു, ദൈവം അറിഞ്ഞു കഴിഞ്ഞു. അപ്പം ആ ദൈവം നമ്മുടെ ജീവിതത്തിലെ അത്ഭുതകരമായ ഫലങ്ങളും അനുഭവങ്ങളും തരും. നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രത്യേകമായ ഫലം തരുന്നു, പ്രത്യേകമായ സിദ്ധി തരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥന വിശ്വാസമുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അതര വ്യായാമമായിട്ട്, ഒത്തുകിട്ടിയില്ലേ പറയും, എനിക്ക് പണ്ടേ അറിയാം, പിന്നെ ഒരു ചടങ്ങിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ബോധ്യം അത്രയേ ഉള്ളൂ. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു ചിന്ത, പ്രായമായവർക്കാണ് ദൈവം ഉത്തരങ്ങൾ കൊടുക്കുക, അല്ലേ? അബ്രഹാമിന് ഉത്തരം കിട്ടിയത് 100-ാം വയസ്സിൽ, മോശയ്ക്ക് ഉത്തരം കിട്ടിയത് 80-ാം വയസ്സിൽ, ശിമയോൻ എന്ന പുണ്യാത്മാവിന് ഉത്തരം കിട്ടിയത് വാർദ്ധക്യത്തിൽ, ഹന്നായ്ക്ക് ഉത്തരം കിട്ടിയത് വാർദ്ധക്യത്തിൽ, എലിസബത്തിനും സക്കറിയായ്ക്ക് ഉത്തരം കിട്ടിയത് വാർദ്ധക്യത്തിൽ. അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പം ദൈവം ഫലം തരും. ചിലപ്പം ഇന്നേ നാളെ പെട്ടെന്ന് നടക്കണമെന്നില്ല. വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഫലം തരും എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഉറപ്പ് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. 2, ഉപവാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഉപവാസം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് ഉപവാസം? ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില ത്യാഗപ്രവൃത്തികൾ ചെയ്യണം. അപ്പം ഇന്നലെ നമ്മൾ സംസാരിച്ചു, ഇന്ന് നമ്മൾ ദശാംശം നമ്മൾ പങ്കുവെക്കും. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആരോഗ്യമൊക്കെ അനുവദിക്കുന്നവർ ഭക്ഷണത്തിൽ ഇഷ്ടപ്പെട്ട ഒരൈറ്റം ഇന്ന് വേണ്ടെന്ന് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ നിയോഗമായിട്ട് ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ആഗമനകാലം, നോമ്പ് കാലത്തിലെ വെള്ളിയാഴ്ച ആരോഗ്യമുള്ള ഒരു നേരത്തെ ഭക്ഷണം വെടിയുക. ഇന്ന് ഒരുപാട് ഉപവാസം എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലരെ കണ്ടിട്ടുണ്ട്, വ്യാഴാഴ്ച രാത്രി അത്താഴം കഴിഞ്ഞാൽ പിന്നെ ഉമിനീര് പോലും ഇറക്കാതെ വെള്ളിയാഴ്ച സന്ധ്യ വരെ ഇരിക്കും, പിന്നെ വെള്ളി രാത്രിയിലേ കഴിക്കൂ.
അതൊരു വിധം. ചിലർ ഒരു നേരത്തെ ഭക്ഷണം വെടിയും, ഒന്നെങ്കിൽ രാത്രിയിലത്തെ, അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ, അല്ലെങ്കിൽ രാവിലത്തെ ഏതെങ്കിലും ഒരു പ്രധാന ഭക്ഷണം വെടിയുന്നവരുണ്ട്. ചിലർ അല്പം കുറച്ച് കഴിച്ചുകൊണ്ട് ഒരു ആശാനിഗ്രഹം, ഇഷ്ടപ്പെട്ടത് വേണ്ടെന്ന് വെക്കുന്നു. ഇനി ഷുഗറിൻ്റെയും മറ്റും അസുഖമുള്ളവർക്ക് ഭക്ഷണം വെടിയാൻ പറ്റുകയില്ല. അവർ ചെയ്യേണ്ടത് ഇഷ്ടമില്ലാത്തതൊക്കെ കിട്ടിയാലും അത് മതി എന്ന് പറഞ്ഞ് മുറുമുറുക്കാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഓരോരോ വിധത്തിൽ നമുക്ക് ഉപവാസം എടുക്കാൻ പറ്റും. ഒരുപാട് വർത്തമാനം പറയുന്നവർ പരമാവധി മൗനം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പലരുടെയും കുറ്റം കാണുന്നവർ കണ്ണടക്കം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പലരുടെയും കുറ്റം കേൾക്കുന്നവർ കാതടക്കം പാലിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മുടെ ഉപവാസങ്ങളാണ്. ഒരു കൊച്ചു ത്യാഗം എടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് പ്രത്യേക ഫലമാണ്. പ്രത്യേകിച്ച് ഉപവാസമൊക്കെ എടുക്കുമ്പം ചില പാപങ്ങൾക്ക് പരിഹാരമാണ്. നമ്മുടെയൊക്കെ മക്കള് ഭക്ഷണം വെറുതെ വേസ്റ്റാക്കി കിള്ളി മാന്തി തോണ്ടി കളഞ്ഞിട്ടുള്ള ഒരുപാട് പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്ന മനുഷ്യർക്ക് നടുവിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ അതിൻ്റെ പരിഹാരമാ ഭക്ഷണം വെടിഞ്ഞോണ്ട് ഞാൻ ചെയ്യുക. അനേക കോടി ജനങ്ങൾ ഭക്ഷണമില്ലാതെ വിശക്കുമ്പോൾ അവരോടൊത്ത് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് വിശപ്പ് അനുഭവിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്. ഒപ്പം എൻ്റെ ദേഹത്തിൻ്റെ ശുദ്ധീകരണത്തിനും ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ഈ ത്യാഗം സഹായിക്കുന്നു. ഇന്ന് നമുക്ക് കരിസ്മാറ്റിക് നവീകരണ ധ്യാനം വന്നതിന് ശേഷം കുറേയൊക്കെ നമുക്ക് ഈ ത്യാഗത്തിൻ്റെ അരൂപി കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഒത്തിരി പേരും വളരെ ലാവിഷായിട്ട് തിന്നും കുടിച്ച് ഉല്ലസിച്ചും ഓളവും മേളവും വെച്ച് നടക്കുന്ന ലോകത്തിൻ്റെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുക. പണ്ടത്തെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഉണ്ടായിരുന്നു ഒരുപാട് ത്യാഗം. ഞാൻ ഓർക്കുന്നു, പ്രായമായ വലിയച്ഛന്മാരുടെ ശക്തി ഉപവാസവും പ്രാർത്ഥനയൊക്കെയായിരുന്നു. വീട്ടിലെ നെൽപ്പാടത്ത് ചാഴി ഒരുപാടുണ്ടാകുമ്പം അമ്മ 8-10 ചാഴിയെ പിടിച്ച് തീപ്പെട്ടിക്കകത്ത് ഇട്ട് തരും. എന്നിട്ട് പറയും, അച്ഛനെ കൊണ്ട് വിലക്കിച്ചുകൊണ്ട് വാടാ. ചെല്ലുമ്പോൾ കരിമനടിച്ച മുഷിഞ്ഞ ലോഹയിട്ട് അച്ഛൻ തൊപ്പിയും വെച്ച് കയ്യിൽ വടിയും പിടിച്ച് കാലേ ഷൂസ് ഇട്ടിരിക്കുന്നു. അങ്ങോട്ട് മേടിച്ചിട്ട് ശുഭഹോ ലാഭോ ലവറോ 3-4 വെട്ടേ കുത്തേ വര എല്ലാം തന്നിട്ട് പറയും, കൊണ്ടുവിടറാ. കൊണ്ടുപോയി ചാഴിയെ വിടുമ്പോഴേ ചാഴി പറന്നു പോകുമായിരുന്നു, ഉള്ള ചാഴിയും കൂടെ. ഇനി ഞാൻ കൊണ്ട് വിട്ട് ഡേറ്റില്ലേ അച്ഛൻ തന്നെ വരും. അച്ഛനങ്ങോട്ട് നിൽക്കും. ഒരുപാട് ഇങ്ങനെ അലക്കാതെയൊക്കെ മുഷിഞ്ഞ കുപ്പായൊക്കെ ഇട്ട് അച്ഛൻ്റെ ലോഹയുടെ കൈയുടെ അറ്റം കാണുമ്പോൾ അറിയാം ആ ആഴ്ച കൂട്ടിയ കറിയുടെ ഐറ്റങ്ങൾ ഏതെല്ലാം വന്നു. ഇതിങ്ങനെ നിൽക്കുക. എന്നിട്ടൊരു കനച്ച മണം, പഴയ വലിയച്ഛന്മാര്. എന്നിട്ടൊരു ഒറ്റ വെട്ടാണ് ചാഴിക്കിട്ട് ഒരു വിലക്ക്. അച്ഛനങ്ങോട്ട് വിലക്കുന്ന പാടെ സകലമാന ചാഴിയും ജീവനും കൊണ്ട് ഓടുമായിരുന്നു. 1 വിലക്കിൻ്റെ ശക്തി, 2 ലോഹയുടെ മണം. രണ്ടും സഹിക്കാൻ മേലാതെ ചാഴി ജീവനും കൊണ്ട് ഓടും. ഇന്ന് പുതിയ അച്ഛന്മാരും മറ്റുമൊക്കെ മോട്ടോർ സൈക്കിളെ വന്നിട്ട് നെൽപ്പാടത്ത് വന്ന് ചാഴിയെ വിലക്കും. അച്ഛൻ വിലക്കിയിട്ട് സ്കൂട്ടറെ കയറുമ്പം ലോകത്തുള്ള സകലമാന ചാഴിയും കൂടെ അച്ഛൻ്റെ പുറകെ പോരാനായിട്ട് തുടങ്ങും. ഇതാണെന്ന് മാറ്റം. ഇന്ന് ഉപവാസത്തിൻ്റെ ശക്തി അച്ഛന്മാർക്ക് കുറഞ്ഞു, സിസ്റ്റേഴ്സിന് കുറഞ്ഞു, നമുക്ക് ഇടവകയിൽ കുറഞ്ഞു, കുടുംബങ്ങളിൽ കുറഞ്ഞു. പ്രാർത്ഥനയുടെ ശക്തി ഉപവാസത്തിൻ്റെ ശക്തിയാണ്. അപ്പം നമ്മൾ ഉപവാസമെടുത്ത് ഒരു ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്, പ്രത്യേക സിദ്ധിയുണ്ട്, പ്രത്യേക ശക്തിയുമുണ്ട്. അപ്പോൾ 1 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, 2 ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക, 3 കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കണം. അതിന് പറയുന്ന വാക്ക് കണ്ണുനീരിൻ്റെ വരം എന്നാണ്. വിശുദ്ധാത്മാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കരയുമായിരുന്നു. കുരിശുരൂപത്തെ നോക്കി ഏങ്ങലടിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ ചരിത്രം സഭയുടെ ചരിത്രമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ഫലം. കാരണം ക്രിസ്തു ബൈബിളിൽ 2 സ്ഥലങ്ങളിൽ കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. 2 സ്ഥലങ്ങളിൽ യേശു കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 24 1-2 വാക്യങ്ങൾ. ഒലിവുമല ഇറങ്ങി വരുന്ന ഈശോ ബത്ഭഗയിൽ നിന്ന് അക്കരയ്ക്ക് നോക്കി ജെറുസലേമിനെ കണ്ടു. ആ നഗരത്തെ നോക്കി ഈശോ നെടുവീർപ്പിട്ടു. കണ്ണു നിറഞ്ഞു പറഞ്ഞു, ജെറുസലേം ജെറുസലേം, പിഴക്കോടി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ഒതുക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തിട്ടും പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ നിനക്ക് ദുരിതം. നിറഞ്ഞ മിഴികളോടെ യേശു പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? 37 വർഷം കഴിഞ്ഞപ്പോൾ ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. കണ്ണ് നിറഞ്ഞ് ഒന്ന് പറഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ അത്ഭുതം, ഒരു നഗരം തകർന്നു വീണു. 2ാമത് യേശു കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ 11:35. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വചനമാണ് യോഹന്നാൻ 11:35. യേശു കരഞ്ഞു. ബേഥനിയായിൽ ലാസറിന്റെ ശവക്കല്ലറയുടെ മുമ്പിൽ നിന്ന് അവൻ കണ്ണുനീർ പൊഴിച്ചു.
അവന്റെ കണ്ണുനീര് വീണപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത നിമിഷത്തിൽ ശവകുടീരത്തിൽ നിന്നും അഴുകാത്ത ശരീരത്തോടെ പ്രേതശീലകളാൽ ബന്ധിതനായ ലാസർ പുറത്തേക്ക് വന്നു. കരഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഉയർക്കുന്നു, കരഞ്ഞപ്പോൾ ഒരു മഹാനഗരം തറപറ്റി വീഴുന്നു. അതുകൊണ്ടാണ് പറയുക, അപ്പനമ്മമാരുടെയും പറ്റിയും കണ്ണുനീര് കുടുംബത്തിൽ എവിടെങ്കിലും വീണാൽ ഒരു വലിയ തകർച്ച ജെറുസലേമിനുണ്ടായതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ഭാര്യയെ വെറുതെ കണ്ണുനീര് കുടിപ്പിച്ചാൽ അതിൻ്റെ ശാപം കുടുംബത്തിനുണ്ടാകും. ഭർത്താവിനെ വെറുതെ വേദനിപ്പിച്ചാൽ അതിൻ്റെ ശാപം കുടുംബത്തിനുണ്ടാകും. അനാവശ്യമായി വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും നമ്മോട് പ്രതികാരം ചോദിക്കും. അപ്പോൾ വേദനയോടെ നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിച്ചാൽ അത് പാപത്തിന്റെ പരിഹാരമാണ്. ആ കണ്ണുനീര് ദൈവം കേൾക്കുകയും ദൈവം കാണുകയും ഒക്കെ ചെയ്യും. പ്രപഞ്ചം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ഉത്തരവുണ്ടെന്നല്ലേ ചരിത്രം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ഫലം. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി പറന്നു വന്ന് കൊത്തും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക കൊത്താൻ വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് കുലുക്കും. ആട്ടുംകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കുത്താനായിട്ട് വരും. ഇടിമുഴക്കം പോലും കേൾക്കാത്ത അമ്മ കൊച്ചു കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വരുമെങ്കിൽ, കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്താൻ വരുമെങ്കിൽ, പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കുത്താൻ വരുമെങ്കിൽ, കുർബാനയുടെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ കുർബാനയിലെ ഈശോ ഇറങ്ങി വരും. കുരിശിന് മുമ്പിലിരുന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. നിറഞ്ഞ കണ്ണുകളോടെ ഉള്ളുതട്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്, പ്രത്യേക സിദ്ധിയുണ്ട്. ഓർമ്മിക്കുക. വീണ്ടും നാലാമത് പറയുന്നു, എളിമയോടെ പ്രാർത്ഥിക്കണം. എളിമ. ലൂക്കാസ് വിശേഷത്തിന്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എളിമയോടുകൂടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച്. 18-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനങ്ങൾ. പരിസേയനും ചുങ്കക്കാരനും. പരിസേയൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചു. എളിമയോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ച പരിസേയന്റെ പ്രാർത്ഥനയെ ദൈവം യേശു തള്ളിക്കളയുന്നതായിട്ടാണ് പറയുക. എളിമ. നമുക്കും വേണം എളിമ. ഒരിക്കലും അഹങ്കാരമോ തലക്കനമോ അരുത്. എളിമയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ദൈവമേ, ഞാൻ വെറും പൊടിയാണ്, ഞാൻ വെറും ഒരു ശ്വാസം മാത്രം, നീ തന്ന ശ്വാസം നീ എടുത്താൽ ഞാൻ പിന്നെ ഒന്നുമില്ല, തീർന്നു എന്നായിരിക്കുന്നത്. ആ ഒരു ചിന്തയോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എളിമയോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ ആരെല്ലാം എളിമയോടെ പ്രാർത്ഥിച്ചോ, അന്ന എന്ന സ്ത്രീ എളിമയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് സാമുവേൽ എന്ന മകനെ ദൈവം കൊടുത്തു. സക്കറിയായി എലിസബത്തും എളിമയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സ്നാപക യോഹന്നാനെ ലഭിച്ചു. സാറായും അബ്രഹാമും എളിമയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇസഹാക്കിന്റെ മാതാപിതാക്കളാകാൻ ഭാഗ്യം ലഭിച്ചു. അപ്പൊ എളിമയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തിയുണ്ട്. അത് നമുക്കിന്ന് ചെയ്യാവുന്ന ഒരു രീതി, നമ്മുടെ എളിമ കാണിക്കുന്ന രീതി, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചോണം. മധ്യസ്ഥ പ്രാർത്ഥന അച്ഛന്മാരോട്, സിസ്റ്റേഴ്സിനോട്, പ്രായമായ മാതാപിതാക്കളോട്, പ്രാർത്ഥനാരൂപിപ്പെട്ടവരോടൊക്കെ നമുക്കൊരു നിയോഗമുണ്ടോ ആ നിയോഗം പറഞ്ഞ് കേൾപ്പിക്കണം. ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് സെഹിയോൻ ധ്യാനമന്ദിരം, ശാലോം പ്രയർ സെന്റർ, പോട്ട, അസീസി, കാരീസ് ഭവൻ, കൊളത്തുവയൽ, മഞ്ഞുമ്മൽ, ഇവിടെല്ലാം നമ്മൾ അറിയപ്പെടുന്ന ധ്യാനമന്ദിരങ്ങളുണ്ടോ അങ്ങോട്ടൊക്കെ നമ്മൾ എഴുതണം, നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും പറഞ്ഞുകൊണ്ട്. ശാലോമിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ നൈറ്റ് വിജിലിൻ്റെ അപ്പം 100 ടെലിഫോൺ ഒരേ സമയത്ത് വരാൻ സൗകര്യമുണ്ട്. പക്ഷെ ആൾക്കാർ വിളിച്ച് 100 ലൈനും ജാമായി പോവും. ആയിരങ്ങളാണ് പ്രാർത്ഥന ചോദിക്കുക. നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എഴുതി ചോദിക്കുമ്പോൾ, എഴുതുന്ന നിമിഷം തന്നെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന നിമിഷം തന്നെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. പ്രാർത്ഥന ഏറ്റയാൾ മറന്നുപോയാലും ഇത് രഹസ്യത്തിൽ കാണുന്ന ദൈവം അത് മറക്കുകയല്ല. എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ 2-ാം ശനിയാഴ്ചകളിൽ ഒരുപാട് പേര് ഏകദിന ധ്യാനത്തിന് വേണ്ടി മണ്ണന്തലയുടെ ഞങ്ങളുടെ ആശ്രമ ദേവാലയത്തിൽ വരുമായിരുന്നു. ഒരു 2-ാം ശനിയാഴ്ച എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് 3:30 പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 65 വയസ്സ് പ്രായം വരുന്ന ഒരു ആൻറ്റി എന്നെ നോക്കി പള്ളിയുടെ വാദപ്പടിയിൽ ക്ഷീണിച്ചിരിക്കുന്നു, മുഖത്ത് ദുഃഖഭാവം. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛ, ഭർത്താവ് അബുദാബിയിലാണ്, അറബി ക്രൂരനാണ്, 85,000 ഇന്ത്യൻ രൂപ അറബി കെട്ടിയവന് ശമ്പളമായിട്ട് കൊടുത്തു തീർക്കാനുണ്ട്.
ഇവിടെ ഇതുപോലെ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കെട്ടിയവൻ പറഞ്ഞെടി, നീ അച്ഛനോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിപ്പിച്ചേ. അറബി 85,000 രൂപ തരികയാണെന്ന് വരികിൽ അതിൻ്റെ 10% 8,500 രൂപ അച്ഛൻ്റെ ആശ്രമത്തിലെ ശുശ്രൂഷകൾക്ക് കൊടുത്തേക്കാവെന്ന് വാഗ്ദാനം ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛ ഒന്ന് മുറുക്കി പ്രാർത്ഥിക്കണം. 85,000 കിട്ടിയാൽ 8,500 ഇവിടെ കൊണ്ടുതരുന്നതാ. ഈ സഹോദരി ഇത് പറഞ്ഞിട്ട് പോയി. 100 കൂട്ടം ബഹളങ്ങൾക്കിടയിൽ ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പിറ്റേ മാസം 2-ാം ശനിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ പള്ളിയുടെ മുറ്റത്തുള്ള നെല്ലിയുടെ തറയിൽ ഈ സ്ത്രീ ഒരു ചെറിയ കുസൃതി ചിരിയുമായിട്ട് ഇരിക്കുന്നു. അപ്പോഴാണ് കഴിഞ്ഞ മാസം പറഞ്ഞേൽപ്പിച്ച കാര്യം ഞാൻ ഓർത്തത്. എനിക്ക് ആകപ്പാടിലെ ചമ്മല് പമ്മല് ജാള്യത. കാരണം പറഞ്ഞ കാര്യം ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. എങ്കിൽ ഞാൻ ചിരിച്ചോട് ചോദിച്ചു, സഹോദരി എങ്ങനെയുണ്ട് ഭർത്താവിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം? അറബിക്ക് മാറ്റം വല്ലതും വന്നോ? ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥനയുടെയൊക്കെ ശക്തി ഭയങ്കരമാണ്. അച്ഛനോട് പറഞ്ഞിട്ട് പോയി. എൻ്റെ 10-ാം ദിവസം അറബി വിളിച്ച് 85,000 രൂപയും കൊടുത്തു. ഇന്ന് രാവിലെ കെട്ടിയവൻ പറഞ്ഞെടി, അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അത് കിട്ടിയത്. അതുകൊണ്ട് 8,500 രൂപ ഇവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛാന്നും പറഞ്ഞ് വീർത്ത മടിയിൽ നിന്നും പ്ലാസ്റ്റിക് കടലാസിൽ പൊതിഞ്ഞു വെച്ച ചുരുട്ടി വെച്ച 100-ന്റെ 85 നോട്ടെടുത്തിട്ട് അതിൽ മത്തിയുടെ ചെതുമ്പിലും അയലയുടെ നാറ്റമൊക്കെ ഉണ്ട് വിടർത്തി കയ്യിലോട്ട് തന്നു. കാശല്ലേ, മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇനിയും പ്രശ്നം വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ നേക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ മറന്നാലും ദൈവം മറക്കുകയില്ല. ദൈവം കാണുന്നു എന്നാ പറയുക. ദൈവം കാണുന്നു. ഇപ്പം നമ്മളൊരു പ്രാർത്ഥന പറഞ്ഞങ്ങ് ഏൽപ്പിച്ചോ, നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ പന്ത് ആരേറ്റോ അവരുടെ കോർട്ടിലാണ്. ഇപ്പം എളിമയോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? എനിക്ക് കുറ്റങ്ങളും കുറവുകളും ബലഹീനതയുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാൻ എന്തോ തടസ്സമുണ്ട്. അതുകൊണ്ട് അല്പം കൂടെ യോഗ്യതയുള്ള നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എളിമയോടെ പ്രാർത്ഥിക്കുക. 5, നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം. നിലനിൽപ്പോടെ. ലൂക്കാ 18:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിലനിൽപ്പോടുകൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോട് നമ്മൾ സ്ഥിരത പുലർത്തുക എന്നുള്ളതാണ്. സ്ഥിരത. പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥിരത പുലർത്തണം. കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ ഒന്നാണ് സ്ഥിരത. ശിഷ്യന്മാരെ അയക്കുന്നു മത്തായി സുവിശേഷം 10. അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുമ്പോഴും ഏതോ ഒരു വീട്ടിലാണോ അവിടെ തന്നെ താമസിക്കുവിൻ. സ്ഥിരത. ഇത് പ്രാർത്ഥനയിലുമുണ്ട്. ദൈവം മുമ്പാകെ ഒരു മടിയും കൂടാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. കുറച്ച് പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ ഇട്ടിട്ട് പോയേക്കൽ. മരണം വരെ പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ നമ്മളായിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടന്നു തുടങ്ങും. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക. അതാണ് യേശു പറഞ്ഞ ഉപമ. ലൂക്കാ 18:1 മുതൽ 8 വരെ. ഒരു സ്ഥലത്ത് ഒരു ന്യായാധിപനുണ്ടായിരുന്നു. മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ. ആരാണോ അയാൾക്ക് കൂടുതൽ കൈക്കൂലിയും മറ്റും കൊടുത്തത് അവർക്ക് അനുകൂലമായിട്ട് അദ്ദേഹം വിധി പ്രഖ്യാപിച്ചിരുന്നു. കാശ് കൊടുക്കാൻ കഴിവില്ലാത്തൊരു വിധവ വലിയ വായിലേക്ക് അരഞ്ഞുകൊണ്ട് ഇയാളുടെ വീട്ടിൽ ചെന്നിരുന്നു. 10-300 വീട്ടുകാരുടെ കേസ് തെറ്റ് ചെയ്യുന്ന ഒരു ഗ്രാമത്തിലെ ജഡ്ജിയാണ് ഈ മനുഷ്യൻ. കാശില്ലാത്ത സ്ത്രീ വലിയ വായിലേക്ക് അരഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അവർക്ക് നീതി നടത്തി കൊടുത്തു. കർത്താവ് പറയുന്നു, ക്രൂരനായ ന്യായാധിപൻ ഒരു സ്ത്രീയുടെ കരച്ചിലിന് മുമ്പിൽ മനസ്സ് മാറ്റിയെങ്കിൽ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയധികമായി തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മൾ ആ വിധവയായ സ്ത്രീയെ പോലെ നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം. കർത്താവിനറിയാം ഒരു കാര്യം നടക്കാൻ ഏറ്റവും കാലതാമസമുള്ളത് കോടതിയാണ്. കർത്താവിൻ്റെ കാലത്തും അതെ, ഇന്നും അതെ. അതുകൊണ്ടാണ് വേറെ ഒരു ഉദാഹരണം എടുക്കാതെ കോടതിയുടെ ഉദാഹരണത്തിൽ കർത്താവ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുക. നമുക്കറിയാം ഇന്നും അങ്ങനെയല്ലേ. ചില സിവിൽ കേസൊക്കെ ഒന്ന് സെറ്റിലാകണമെന്ന് വരികയിൽ ഒരു ജീവിതകാലം മുഴുവൻ നടന്നാലും അതിന് പരിഹാരമാകുകയില്ല. ഓരോ കോടതിയിൽ ഒത്തിരി നീണ്ട സമയമെടുക്കും. ഒരു കോടതി അടുത്തയിടെ 70 വയസ്സുള്ള ഒരു ചേട്ടനെ ശിക്ഷിച്ചു. 5 ദിവസത്തെ തടവ്, 5000 രൂപ പിഴയും. ചെയ്ത തെറ്റെന്താ? കോളേജിൽ പോയ പെൺപിള്ളാരെ കമൻ്റ് അടിച്ച പൂവാലമ്പണിക്കാണ് 70 വയസ്സുള്ള ചേട്ടനെ കോടതി ശിക്ഷിച്ചത്. ജഡ്ജി പറഞ്ഞു, ഒരു 50 വയസ്സ് വരെ കമൻ്റ് അടിച്ചാൽ മനസ്സിലാക്കാം, അല്ലെ 60 വരെ. 70-ാം വയസ്സിലൊക്കെ ഈ കമൻ്റ് അടിക്കാൻ പോകുന്നത് മഹാമോശം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, കാര്യമറിയാതെ എന്നെ പരിഹസിക്കരുത്. കമൻ്റ് അടിച്ചത് 25-ാം വയസ്സിലാണ്, ശിക്ഷ വന്നപ്പം വയസ്സ് 70 ആയതാണ്. ഇത്രയും കാലമെടുക്കും കോടതിയിൽ, നീണ്ട കാലം. ഈ പശ്ചാത്തലത്തിലാണ് പറയുക, നിലനിൽപ്പോടെ പ്രാർത്ഥിക്കുക.
കോടതിയിൽ സമയമെടുക്കുന്ന പോലെ ദൈവത്തിന് മുമ്പാകെ നമ്മൾ സമയമെടുത്ത് കാലമെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക, നിലനിൽപ്പോടെ പ്രാർത്ഥിക്കുക. ചില കാര്യം ഉടനടി നടന്നില്ലെന്നോർത്ത് അസ്വസ്ഥരായിട്ട് നമ്മൾ മാറിപ്പോകരുത്. കർത്താവ് പറയുന്നു, നിലനിൽപ്പോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക, നിലനിൽപ്പോടുകൂടി. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചില സമയങ്ങളിൽ പ്രാർത്ഥിച്ച കാര്യം പ്രാർത്ഥിച്ചതുപോലെ കിട്ടിയില്ലെന്നിരിക്കും. ചിലപ്പോൾ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ അസ്വസ്ഥരാകരുത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം പ്രാർത്ഥിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥരാകരുത്. ചിലപ്പം പ്രാർത്ഥിച്ചതിനേക്കാൾ ഒരുപാട് കൂടി കിട്ടിയെന്നിരിക്കും, എങ്കിലും നമ്മൾ അസ്വസ്ഥരാകേണ്ടതില്ല. ചിലപ്പം പ്രാർത്ഥന പെട്ടെന്ന് കേട്ടതുപോലെ തോന്നും, ചിലപ്പം അല്പം കടുപ്പം പോലെ തോന്നും. അപ്പോൾ ഓർക്ക് എങ്കിലും അതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുണ്ട്. ഞാൻ ഒരു മിണ്ടാമഠത്തിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. അപ്പം ധ്യാനത്തിൻ്റെ അവസാന ദിവസം മദറും 19 സിസ്റ്റേഴ്സും, അവർ മൊത്തം 20 പേരാ, എൻ്റെ ചുറ്റും നിന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളിൽ നിന്ന് അച്ഛൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്നതാ ചെയ്യേണ്ടത്? അച്ഛാ, മഠത്തിൻ്റെ മുറ്റത്ത് ഒരു നീലമ്മാവുണ്ട്. നീലമ്മാവിൽ മാങ്ങ ഉണ്ടാകുമ്പം അണ്ടിക്കകത്തെല്ലാം വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിലെ വണ്ടിനെ മുഴുവൻ അച്ഛനൊന്ന് ബന്ധിച്ചിട്ട് പോകണം. ഒരു ഊറാല തന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ആനാമ്പെള്ളം തന്നു, ബന്ധന പ്രാർത്ഥനയുടെ പുസ്തകവും തന്നു. 20 പേരും വട്ടം നിന്നു, ഞാൻ നടുക്ക് നിന്നു, ഇവർ ചുറ്റും നിൽക്കുക. ഞാൻ മാവിൻ്റെ മൂട്ടിൽ പോയി പ്രാർത്ഥിച്ചു. എല്ലാ സസ്യലതാദികളെയും മുളപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമേ, ഈ നീലമ്മാവിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമാന വണ്ടുകളെ നീ ബന്ധിക്കണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്ന് പറഞ്ഞ് ആനാമ്പെള്ളം ഞാനങ്ങ് തളിച്ചു. ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമത്ത്. മഴ നനഞ്ഞതുപോലെ മാവ് അങ്ങനെ അങ്ങ് നിന്നു. ഞാൻ തിരിച്ചു പാലായിലേക്ക് പോന്നു. 1 മാസം കഴിഞ്ഞ് അവിടുത്തെ മദറിൻ്റെ കത്ത്, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഇത്രയും അച്ചട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. അച്ഛൻ പോയി 2 ആഴ്ച കഴിഞ്ഞ് മനസ്സിലായി. എൻ്റെ അച്ഛൻ പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ശക്തമായ തിലാമഴയും കാറ്റും വന്നപ്പോൾ ആ കാറ്റത്ത് മാവ് മൂടെ ഒടിഞ്ഞുപോയി. ഇനി അണ്ടിയില്ല, വണ്ടുമില്ല, ബന്ധിക്കാൻ വകുപ്പുകൾ ഒന്നുമില്ല. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ നടന്നെന്നിരിക്കും, ചിലപ്പോൾ ഓർത്ത പോലെ കിട്ടിയില്ലെന്നിരിക്കും. എങ്കിലും നമ്മൾ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക. അതുകൊണ്ടല്ലേ പറയുക, ലൂക്കായുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുക. തമ്പുരാനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ചോദിക്കുമ്പം ദൈവം നമുക്ക് തരും. ഇത് പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകളെയാണ് പഠിപ്പിക്കുക. 1, ശരീരത്തിലെ പ്രാർത്ഥന, ചോദിക്കുവിൻ ലഭിക്കും. 2, മനസ്സിലെ പ്രാർത്ഥന, അന്വേഷിക്കുവിൻ കണ്ടെത്തും. 3, ആത്മാവിലെ പ്രാർത്ഥന, മുട്ടുവിൻ തുറക്കപ്പെടും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന 1-ാം സ്റ്റേജിലാണ്, ചോദിക്കുവിൻ ലഭിക്കും. പള്ളിയിൽ പോകുന്നത് തന്നെ പല കാര്യം ദൈവത്തിന് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. കൊച്ചിന് പരീക്ഷയാകട്ടോ, മറന്നേക്കല്ലേ. അപ്പന് പനിയാകട്ടോ, ഓർത്തോണേ. എനിക്ക് വല്ലാത്ത നടുവേദനയാണ്, ഒന്ന് സൗഖ്യപ്പെടുത്തിക്കുവാണ്. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുന്നതാണ് സാധാരണ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന. അപ്പം അങ്ങനെ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രാർത്ഥിച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പം നമ്മൾ ആകെപ്പാടെ മടുത്ത് നമ്മുടെ പ്രാർത്ഥന അങ്ങ് ക്ഷീണിച്ചു മടുത്തു. പിന്നെ കുരയ്ക്കുന്ന പട്ടി, കരയുന്ന കോഴി, ലൈറ്റ്, ഫാന്, നിരങ്ങുന്ന കസേര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. പറഞ്ഞു കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. അത് പ്രാർത്ഥനകളിലെ ഏറ്റവും കുറഞ്ഞ പ്രാർത്ഥനയാണ് ഈ അതരം കൊണ്ട് ഇങ്ങനെ പറയുക. എങ്കിലും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, അതിന് സംശയമൊന്നുമില്ല. ഒരു യുവാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കിന്ന് 18 വയസ്സ്, എനിക്ക് 21 വയസ്സാകുന്ന അന്ന് നീ 3 കാര്യങ്ങൾ ചെയ്തു തരണം. ദൈവം ചോദിച്ചു, എന്തെല്ലാമാ? 1, നീ എനിക്ക് സ്വന്തമായി ഒരു വണ്ടി തരണം. 2, കൈ നിറയെ കാശ് തരണം. 3, ഞാൻ യുവാവല്ലേ, ചുറ്റും നിൽക്കാൻ കുറേ പെണ്ണുങ്ങളെയും തരണം. 3 കൂട്ടം കാര്യങ്ങൾ: സ്വന്തമായ വണ്ടി, കൈ നിറയെ കാശ്, ചുറ്റും നിൽക്കാൻ സ്ത്രീകൾ. ദൈവം ഓർത്തത് മുറ്റു പ്രാർത്ഥനയാണല്ലോ, എന്നാലും ചോദിച്ചതല്ലേ, ദൈവം കൊടുത്തു. അവൻ എന്ന് 21 വയസ്സ് തികഞ്ഞു, അന്ന് ദൈവം അവനെ കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി എന്നാണ് പറയുക. സ്വന്തമായ വണ്ടി, കൈനിറയെ കാശ്, ചുറ്റും നിൽക്കാൻ പെണ്ണുങ്ങൾ, 3 കൂട്ടം കാര്യങ്ങളും ലഭിച്ചും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എത്ര നിസ്സാരപ്പെട്ടത് ചോദിച്ചാലും ദൈവം തരും, ചോദിച്ചാലും തരും. 2, അന്വേഷിക്കുവിൻ കണ്ടെത്തും. കുർബാനയ്ക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ ചെന്നിരിക്കും, കണ്ണടച്ച് പ്രാർത്ഥിക്കും. കുർബാന കഴിഞ്ഞും 5 മിനിറ്റ് ഇരിക്കും, വേദപുസ്തകം എടുത്ത് തുറന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ അല്പസമയം ദൈവത്തെ കേൾക്കും. 1-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ദൈവത്തോട് പറയാൻ പോകും, ആവശ്യങ്ങൾ പറയാൻ പോകും. 2-ാം ഘട്ടത്തിൽ നമ്മൾ ദൈവത്തെ സാവധാനം കേൾക്കാനായിട്ട് തുടങ്ങും, ദൈവം പറയുന്നത് കേൾക്കും. ഇനി 3-ാമത്തേത്, മുട്ടുപിൻ തുറക്കപ്പെടും. കൂടുതൽ സമയം നമ്മൾ നിശബ്ദതയ്ക്ക് കൊടുക്കും.
പള്ളിക്കകത്ത് ശാന്തമായിട്ടിരിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കട്ടിലിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുക. വേദപുസ്തകം വായിച്ചിട്ട് അല്പസമയം ശാന്തമായിട്ടിരിക്കുക. അത് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ സ്റ്റേജ്. മുട്ടുപിൻ തുറക്കപ്പെടും. നിരന്തരമായൊരു ചോദ്യം. നമുക്ക് ഒന്നാമത്തെ ലെവലിൽ നിന്നും മൂന്നാം ലെവലിലേക്ക് വളരണം. ഒന്നാം ലെവലിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകും. മൂന്നാം ലെവലിൽ പള്ളിയിൽ പോകുന്നത് ആവശ്യമാണെന്ന് തോന്നിത്തുടങ്ങും. ഒന്നാം ലെവലിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പ്രാർത്ഥിക്കും വീട്ടിലിരുന്ന്. മൂന്നാം ലെവലിൽ കുടുംബ പ്രാർത്ഥന ആവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വളരും. അങ്ങനെ വളരാൻ ദൈവതിരുസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ഈ ചിന്തകൾ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം.